അപ്പോഴാണ് ശിവന്റെ തലയിൽ നിന്ന് ഗംഗ ഒഴുകുന്നത് എനിക്ക് മനസ്സിലായത്. ആ കോൺസെപ്റ്റ് എന്താണ്? ശിവന്റെ ജടയിൽ നിന്ന് ചാടുക. അപ്പൊ ഈ മലയുടെ മുകളിൽ അവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്. ഗംഗയാണ്. അതിന്റെ ഒരു സൗന്ദര്യം, ആ സങ്കല്പത്തിന്റെ ഒരു സൗന്ദര്യം എന്താണോ ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. പ്രകൃതിയിലേക്ക് ഇണങ്ങാൻ ശ്രമിക്കുന്നതോടും അതിന് നേരെ വിപരീതമായൊരു ഇതിനെ കമേഴ്ഷ്യലാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരോഗ്യമുള്ളവർ ആരോഗ്യമുള്ളപ്പോൾ പോയാൽ മതി. അങ്ങോട്ട് നടക്കാൻ വയ്യാത്തവർ എന്ത് കാര്യത്തിൽ. സാർ നമസ്കാരം. നമസ്കാരം. ധാരാളം യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, പ്രകൃതിയിലെ സ്വച്ഛത തേടി അല്ലെങ്കിൽ പ്രകൃതിയിലെ സ്വച്ഛത തേടി ജീവിക്കണമെന്ന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരാൾ, സ്വച്ഛമായ വായു, സ്വച്ഛമായ ഭക്ഷണം, സ്വച്ഛമായ ജലം, സ്വച്ഛമായ കാലാവസ്ഥ, ഇതിനോട് ഇണങ്ങി ജീവിക്കാൻ പ്രേരിപ്പിക്കണം എന്ന് പറയുന്നു. വർദ്ധിച്ച ജോലി തിരക്കുകൾക്കിടയിലും അതുപോലുള്ള സ്വച്ഛമായ സ്ഥലങ്ങൾ തേടി നമ്മുടെ പൗരാണിക പ്രാധാന്യമുള്ള അത്തരം തീർത്ഥഘട്ടങ്ങളൊക്കെ തേടി യാത്ര പോകുന്നതും സാറിൻ്റെ ഒരു ശൈലിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലേക്ക് അങ്ങനെ സാറൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിമാലയം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ വേദഭൂമി എന്ന് പറയപ്പെടുന്നു. അവിടെ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് കിട്ടുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് ഹിമാലയത്തെ നോക്കിക്കണ്ടത് എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. സാറ് ഹിമാലയ യാത്രയിൽ ഒരു മനുഷ്യൻ എത്ര കണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മനുഷ്യനെ എത്ര കണ്ട് ഹിമാലയം സാനുക്കൾ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ ഒരു മനുഷ്യനെ വിമലീകരിക്കുന്നു എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ ഉണ്ടായി കാണും. അതിലേതെങ്കിലും ഒരു അനുഭവം വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. ഒന്ന് രസമാണ്, ചെറിയ കാര്യം പറയാം. ഒന്ന്, ഋഷികേശിൽ ഗംഗയിൽ കാലിട്ടിരുന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ എന്നുള്ള പുസ്തകം എഴുതുന്നത്. അപ്പോൾ അവിടെ നേരെ ഗംഗയുടെ എതിർവശത്ത് ഗംഗ ആരതി നടക്കുന്ന സമയം എൻ്റെ ഉള്ളിലായിട്ട് ഒരു സന്യാസി സ്വാമി എനിക്ക് പരിചയമുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കും. ഒരു ദിവസം ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ അവൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അവന് കുണ്ടലിനി ഉണർത്തണം എന്നാണ് അവൻ്റെ തന്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വാമി ഒരു ചോദ്യം, എന്തിനാടാ കുണ്ടലിനി ഉണർത്തണത്? എന്ത് കാര്യത്തിനാടാ? അവൻ അടിക്കാൻ പോകുന്ന വലിയ. നീയേ ഇപ്പൊ ചെയ്യണ മര്യാദക്കൊക്കെ ചെയ്തിട്ട് ജീവിച്ചാൽ മതി. ഈ കുണ്ടലിനി ഉണർത്താനൊന്നും നോക്കണ്ട, ചുമ്മാ അന്ധവിശ്വാസം കൊണ്ട് നടക്കുക. സ്വാമി പറയുന്നു. മറ്റൊരിക്കലും നമ്മൾ ഹിമാലയത്തിൻ്റെ ആ മേഖലയിലേക്ക് കടക്കുന്നതോടെ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ. എവിടെ നോക്കിയാലും ശാന്ത ഗാംഭീര്യം തുളുമ്പുന്ന അന്തരീക്ഷം. ഹിമവാൻ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ആല് പുറത്തും ഹിമവാനാണ്. അപ്പം അങ്ങ് ഏറ്റവും മുകളിൽ കണ്ണീർത്തുള്ളി പോലെ വെള്ളം ഇങ്ങനെ ഏറ്റിട്ട് വീഴുന്നുണ്ട്. എനിക്ക് ഗംഗ എന്താണെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ ഹരിദ്വാർ കിടക്കുന്നു, ഋഷി വരുന്നു, വലിയ ഗംഗയെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ വലിയ ഗംഗയെ കണ്ട് ചെല്ലും തോറും ഗംഗ ഇപ്പോൾ രുദ്രപ്രയാഗൊക്കെ വരുമ്പോൾ പുഷ്പ നദിയായിട്ട്, അളകനന്ദയായിട്ട്, പിൻഡാരിയിലെ ഗ്ലേസിയറിൽ നിന്ന് വരുന്ന നദിയായിട്ടൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് പുഷ്പ നദിയുടെ തീരത്തൂടെ കയറി പോവുക. വിഷ്ണുപ്രയാഗിലും രുദ്രപ്രയാഗിലും എല്ലാം സ്നാനം നടത്താൻ പറ്റിയായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ 3-4 പ്രാവശ്യം ഹിമാലയം പോയിട്ടുണ്ട്. ഇപ്പോ ജോഷി മഠയിൽ നിന്ന് ബദ്രീനാഥിലേക്കുള്ള വഴിയിൽ ജോഷി മഠ് ഒരു പ്രധാനപ്പെട്ട താവളമാണ്. അവിടെ നിന്ന് ഹേമകുണ്ട് സാബിലേക്ക്, സിഖുകാരുടെ ആരാധനയാണ്. ഹേമകുണ്ട് സാബിലേക്ക് പോവാം, വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോവാം. അപ്പം ഞാൻ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഈ വിശാലമായി കണ്ട ഗംഗ ചുരുങ്ങി പുഷ്പാനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി പറഞ്ഞ, പക്ഷെ ഒഴുക്കെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ മുകളിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ശോഷിച്ചു നിൽക്കുന്നതെങ്കിൽ ഈ നദിയുടെ പ്രവാഹത്തിന്റെ കരുത്ത്. താഴെ കാണുന്ന ഗംഗയുടെ പ്രവാഹം അല്ല, ആ വേഗതയല്ല ഒഴുക്കിന്. ഈ മലയെന്നൊരു ഇങ്ങനെ നമ്മൾ ജോഷിമഠിലേക്കുള്ള പാതയിൽ നിന്ന് ഒരു ഇരുമ്പ് ഇരുമ്പിന്റെ വടി കിട്ടും. അപ്പോൾ അത് അന്നേരം നമുക്ക് ഇരുമ്പിന്റെ എന്താണെന്ന് അത്ര മനസ്സിലാവില്ല. അത് കഴിഞ്ഞ്
നമ്മളുടെ നടപ്പ് 1 കിലോമീറ്റർ കയറാനായിട്ട് 1 മണിക്കൂർ എടുക്കുന്ന കയറ്റത്തിലേക്ക് വരിക. നമ്മളൊരു കണക്കിന് ഈ വടിയും കുത്തിപ്പിടിച്ച് ഒരു മുകളിലേക്ക് കയറാൻ നേരത്ത് പുഷ്പ തല ചിരിച്ച് ആർത്തുല്ലസിച്ച് താഴേക്ക് ചാടുകയാണ്. അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. പാഞ്ഞെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയല്ല. ഈ അവിടെ അങ്ങ് ചുരുങ്ങിയ ഒരു തോടിന്റെ രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ കവത്തി പിടിച്ച് 4 കിലോമീറ്ററോളം ഈ 4 മണിക്കൂറെടുത്ത് മുകളിൽ ചെല്ലുമ്പോഴേക്കും പിന്നെ കാണുന്നത് ഐസ് കട്ടകളാണ്. അവിടെ പുഷ്പമില്ല, നിശ്ചലാണ്. ഐസ് കട്ടന്റെ ഇടയിൽ കൂടെ കുറച്ച് നീർച്ചാലുപോലെ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ കുറച്ച് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ താഴെ നിന്ന് കാണുന്ന ഈ കണ്ണുനീർത്തുള്ളികൾ എന്ന് പറയുന്ന സാധനം ഈ ഹിമവാന്റെ ഏറ്റവും മുകളിൽ നിന്ന് പല ഭാഗത്തു നിന്നും വരുന്ന സാധനമാണ് കൂടി ഒരു ചാലായിട്ട് പിന്നെ അരുവിയായിട്ട് പുഷ്പയായിട്ട് ഗംഗയായിട്ട് മാറുന്നത്. അപ്പൊ ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് ചെന്നിട്ട് ഈ കണ്ണുനീർത്തുള്ളി എവിടെ നിന്നാ വരുന്നത് നോക്കി എവിടെ നിന്നാ വരുന്നത്. അത് ഈ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തെ മഞ്ഞിനെ എടുത്തെടുത്തിട്ട് അപ്പോഴാണ് ശിവന്റെ തലയിൽ നിന്ന് ഗംഗ ഒഴുകുന്നു എനിക്ക് മനസ്സിലായത്. ആ കോൺസെപ്റ്റ് എന്താണ്? ശിവന്റെ ജടയിൽ നിന്ന് ഇങ്ങനെ ചാടുക. അപ്പൊ ഈ മലയുടെ മുകളിൽ എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? സ്വർഗലോകത്ത് നിന്ന് ഗംഗയാണ്. അയ്യോ, അതിന്റെ ഒരു സൗന്ദര്യം, ആ സങ്കല്പത്തിന്റെ ഒരു സൗന്ദര്യം. ഏതായാലും കഴിഞ്ഞ വർഷത്തെ യാത്ര കൊണ്ട് ഞാൻ ഹിമാലയത്തിൽ പോവില്ല എന്ന് വിചാരിച്ചു. കേദാർനാഥ് പോയി. ഞാനും എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, സൗമ്യയുടെ അച്ഛനും ഉണ്ടായിരുന്നു. 2 ദിവസം നടന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നൊരു മനസ്സമാധാനവും ശാന്തതയും. 10 മിനിറ്റിൽ 2-3 ഹെലികോപ്റ്ററുകളാണ് ഭൂമി മാലറി വെച്ചിട്ട് നമ്മളുടെ കേദാർനാഥിലേക്ക് ധനികരായ ആളുകളെ എത്തിച്ചു കൊടുക്കുക. ഹെലികോപ്റ്റർ സർവീസ് നശിപ്പിച്ചു. അതിന്റെ സ്വച്ഛതയും ശാന്തതയും എല്ലാം നശിപ്പിച്ചു. നമ്മൾ എന്താണോ ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ പ്രകൃതിയിലേക്ക് ഇണങ്ങാൻ ശ്രമിക്കുന്നതോടും അതിന് നേരെ വിപരീതമായൊരു ഇങ്ങനെ കമേഴ്ഷ്യലാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരോഗ്യമുള്ളപ്പോൾ പോയാൽ മതി. അങ്ങോട്ട് നടക്കാൻ വയ്യാത്തവർ എന്ത് കാര്യത്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അല്ലെങ്കിൽ താഴ്വാരത്തിൽ നിന്ന് നോക്കി കാണാമല്ലോ. വീട്ടിലിരുന്ന് നല്ല ഭംഗിയായിട്ട്, അതിലും ഭംഗിയായിട്ട് ഫോട്ടോഷോപ്പിക്കേറ്റ് ചെയ്ത് കണ്ടു. സാറേ, മാനസരോവരൊക്കെ പോകാൻ പറ്റിയായിരുന്നു? മാനസരോവരം ഞാൻ പോയിട്ടില്ല. ഇത്രയുള്ളൊരു സമയം നമുക്കിപ്പോ കുറെ കാലമായിട്ട് തന്നെ നമുക്ക് മറ്റേ ദിവസം മാറ്റി വെക്കാനായിട്ട് സമയം. അല്ലെങ്കിലും തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഇത്രയധികം സാറിന് അറിയപ്പെടുന്നത് തന്നെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം ഇണങ്ങി ജീവിക്കുന്ന ഒരു പദ്ധതി മനുഷ്യർക്ക് വേണ്ടി ആവിഷ്കരിച്ച ആളെന്ന രീതിയിൽ തന്നെയാണ് അറിയാം. ഞാൻ ആവിഷ്കരിച്ചിട്ടില്ല, ഞാൻ ഒന്നും ആവിഷ്കരിച്ചിട്ടില്ല. അവബോധനം നടത്തുന്ന ആളെന്ന രീതിയിൽ പലയിടത്തു നിന്നും കോർത്തിണക്കി ചെയ്തു നോക്കി, അനുഭവിച്ചു നോക്കി, കൊള്ളാന്ന് കൊണ്ടു അങ്ങനെ വന്നിട്ടുള്ളതല്ലാതെ ഒന്നും നമ്മുടെ സ്വന്തം ലൈഫിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അപ്പൊ തീർച്ചയായും സമയം കിട്ടുമ്പോഴൊക്കെ സാർ ഈ പ്രകൃതിയിലേക്ക് ഇണങ്ങുക, അതിന്റെ സ്വച്ഛതയിലേക്ക് അഭിരമിക്കുക എന്നുള്ള ആ ഒറ്റ കൺസെപ്റ്റോടുകൂടി സാർ ഹിമാലയത്തിൽ യാത്ര നടത്തുന്നു. അവിടെ ചെല്ലുമ്പോഴായിട്ട് ഇങ്ങനെ പറന്നു മൂളുന്ന രാക്ഷസന്മാരെ പോലെ ഈ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ ഇനി ഇത് സാധ്യമല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കളയുന്നത് ഇത്തരം കച്ചവട മനസ്ഥിതി തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഹിമാലയത്തെക്കുറിച്ച്, ഭാരതത്തിൻ്റെ വേദഭൂമിയെക്കുറിച്ച്, ഒരിക്കലെങ്കിലും ഭാരതീയനായിട്ടൊരാൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പോയ വിശേഷങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ വലിയ സന്തോഷം. തുടർന്നും കാര്യം എങ്ങനെയാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ആ ഭാഗം ഒന്ന് കണ്ടിരിക്കണം. തീർച്ചയായും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. സാറിനെ പോലുള്ള അവിടെ പോയ ആളുകൾ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ തീർച്ചയായും എന്തെങ്കിലും അത് സാധ്യമാവണം എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ വിലപ്പെട്ട മൊഴിമുത്തുകൾ തീർച്ചയായും വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സമയം പോലെ തരണം. നന്ദി, നമസ്കാരം.